നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 അപ്ലൈ ചെയ്ത എല്ലാ മെഡിക്കൽ ആസ്പിരൻസും നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണല്ലോ കേരള എൻട്രൻസ് കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കീം 2024 മെഡിക്കൽ എന്ന കോഴ്സ് നിർബന്ധമായും അപേക്ഷിച്ചിരിക്കണം. കീം 2024 അപ്ലോഡ് ചെയ്യുന്ന വിവിധ സർട്ടിഫിക്കറ്റുകളെ പരിചയപ്പെടുത്തുന്ന ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അഗ്രികൾച്ചറിസ്റ്റ്, അതായത് കേരളത്തിലെ കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളെ കുറിച്ചാണ്. ഏതൊക്കെ സീറ്റുകളാണ് കേരളത്തിലെ കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ 4 അഗ്രികൾച്ചർ കോളേജുകളിലെ സീറ്റുകളും 2 വെറ്റിനറി കോളേജുകളിലെ സീറ്റുകളുമാണ് കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്. അത് ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും SC/ST വിഭാഗത്തിലും കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് സെപ്പറേറ്റ് വ്യത്യസ്തമായിട്ട് സീറ്റ് സംവരണം ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരള മെഡിക്കലിന് കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ള ഈ സംവരണം ലഭിക്കുന്നതിലേക്കായിട്ട് ഏത് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് ഡൗൺലോഡ് പെർഫോമയിൽ ഏറ്റവും താഴെ CA ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ചിൽഡ്രൻ ഓഫ് അഗ്രികൾച്ചറിസ്റ്റ്, കാർഷികേതര വരുമാനം, കൃഷിയിൽ നിന്നുള്ള അല്ലാത്ത വരുമാനം, ആനുവൽ ഇൻകം 12,000 12,000 താഴെയുള്ളവർക്കാണ് കൃഷിക്കാരുടെ മക്കൾക്കെന്നുള്ള സംവരണം അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ലഭിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് 12,000 താഴെയാണ് കൃഷിയിൽ നിന്നല്ലാതെയുള്ള വരുമാനം എന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ CA എന്ന കാറ്റഗറിയിൽ അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നീറ്റ് 2023 എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേരള കാൻഡിഡേറ്റ് പോർട്ടൽ വഴി കേരള മെഡിക്കൽ റാങ്ക് വഴി അഗ്രികൾച്ചറിൻ്റെ കൃഷിക്കാരുടെ മക്കൾക്കായുള്ള ഈ സംവരണത്തിലൂടെ അഗ്രികൾച്ചറിന് ഏത് റാങ്ക് വരെ പ്രവേശനം കിട്ടിയെന്ന് പരിശോധിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് പരിശോധിച്ചാൽ അഗ്രികൾച്ചർ കോഴ്സിന് ആദ്യത്തെ കോളേജിൽ, അതായത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം CA എന്നുള്ള കാറ്റഗറിയിൽ 14,000 കേരള മെഡിക്കൽ റാങ്ക് വരെയും, അതുപോലെ തന്നെ കേരള ഹോർട്ടിക്കൾച്ചർ വെള്ളായണിക്കര തൃശ്ശൂർ 8,031 വരെയും, കോളേജ് ഓഫ് അഗ്രികൾച്ചർ കാസർഗോഡ് 16,780 വരെയും, വയനാട് ആ സീറ്റ് റിസർവേഷൻ ഇല്ലായിരുന്നു, കാസർഗോഡ് വരെയുള്ളതാണ്. ഏതാണ്ട് 16,780 വരെയുള്ള കുട്ടിക്ക് അഗ്രികൾച്ചർ കോഴ്സിന് കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ളവർക്ക് സംവരണം കിട്ടിയെന്നുള്ളതും ഇവിടെ മനസ്സിലാക്കാം. അടുത്തത് വെറ്റിനറിക്ക് എവിടെ വരെ ലഭിച്ചു എന്നുകൂടി പരിശോധിക്കാം. വെറ്റിനറി 2 കോളേജുകളിലാണുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് 7,032 വരെ, ഇത് കാറ്റഗറി റാങ്ക് അല്ല, കേരള മെഡിക്കൽ റാങ്കാണ്. 7,032 വരെയുള്ള കുട്ടിക്ക്, കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ള കുട്ടിക്ക് മണ്ണൂത്തി തൃശ്ശൂർ വെറ്റിനറിക്ക് പ്രവേശനം കിട്ടി. അതുപോലെ തന്നെ വയനാട് 5,152 വരെയുള്ള CA കാറ്റഗറിയിലുള്ള കുട്ടിക്കാണ് വെറ്റിനറിക്ക് പ്രവേശനം ലഭിച്ചത്. കീം 2024 മെഡിക്കൽ ആസ്പിരൻസിന് കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് ലഭിക്കുന്ന സംവരണത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിച്ചത്. മറ്റൊരു റിസർവേഷനുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.